ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ, രണ്ടാമത് ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ. ഈ രണ്ട് കമ്പനികൾ ചുമ്മാ തിരഞ്ഞെടുത്ത ദിവസങ്ങളായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഒരിക്കലുമല്ല. അവർ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഇന്ത്യയുടെ ഒരു ബിസിനസ്സിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുത്ത ഡേറ്റുകളാണ് ഈ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ. നമ്മളൊരു കൊമേഴ്സ് ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇന്ത്യ ഒട്ടാകെ ബിസിനസ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മളൊരു ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ കൃത്യമായി പഠിക്കേണ്ടത് നമ്മുടെ പരസ്യം എങ്ങനെ ആൾക്കാരിലേക്ക് എത്തണം, ഏത് സമയത്ത് എത്തണം, ഏത് സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ഓൺലൈനിലേക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേ സഞ്ചരിച്ച ആൾക്കാർ, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഉഡാൻ, ഒത്തിരി കമ്പനികൾ നമുക്ക് എക്സാമ്പിൾ എടുത്ത് പഠിക്കാൻ പറ്റും. പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യയിൽ ചുമ്മാ പരസ്യം ചെയ്തിട്ട് കാര്യമില്ല, 3 കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രമേ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യാവൂ, അഡ്വർടൈസ്മെൻറ്റ് പ്ലാൻ ചെയ്യാവൂ. എന്താണ് ഈ 3 കീ ഫാക്ടേഴ്സ്? ആദ്യത്തേത് ഇന്ത്യയുടെ കൾച്ചർ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത് നമ്മുടെ ജനങ്ങളുടെ ഇമോഷൻസ്, അത് മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത് കൃത്യമായ സമയം. ഈ കൃത്യമായ സമയത്ത് വേണം നമ്മൾ ആ പരസ്യം പുഷ് ചെയ്യാൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, ഏറ്റവും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, എപ്പോഴൊക്കെയാണ് നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കി വേണം ഒരു കൊമേഴ്സിൻ്റെ ബിസിനസ് പ്ലാൻ ചെയ്യാൻ, മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യാൻ. കൊമേഴ്സ് ബിസിനസ്സിൻ്റെ ഇന്ത്യയുടെ സീസണുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. 12 മാസമുണ്ട്. ഈ 12 മാസവും ചുമ്മാ പരസ്യം ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഈ 12 മാസത്തെ കൃത്യമായ ഇടവേളകളാക്കി മാറ്റി ഈ ബിസിനസ് സീസണുകളെ പറ്റി ഒന്ന് പഠിക്കാം. ഇന്ത്യയിൽ 6 പ്രധാനപ്പെട്ട ബിസിനസ് സീസണുകളാണ് ഉള്ളത്. ആ 6 ബിസിനസ് സീസണുകളിൽ ചില മാസങ്ങളിൽ നമുക്ക് നല്ല സെയിൽസ് ഉണ്ടാവും, ചില മാസങ്ങളിൽ വളരെ ഡ്രൈ ആയിരിക്കും. ചില മാസങ്ങളിൽ ചില പർട്ടിക്കുലർ കാറ്റഗറിക്കായിരിക്കും സെയിൽസ് ഉണ്ടാവുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാക്ക് ടു സ്കൂൾ. ജൂൺ ജൂലൈ മാസത്തിൽ പൊതുവെ എല്ലാ ബിസിനസ്സും ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ സ്കൂൾ യൂണിഫോമിനും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന പ്രൊഡക്റ്റുകൾക്കും വളരെയധികം ഡിമാൻഡ് ഉണ്ടാവും. ഇത് പ്ലാൻ ചെയ്ത് മനസ്സിലാക്കിയാണ് നൈക്ക, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ കമ്പനികൾ ഈ ഡേറ്റുകൾ കൃത്യമായി പഠിച്ചാണ് ആ മാസങ്ങളിൽ പരസ്യം പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യയിലൊട്ടാകെ 52,000 കോടി രൂപയുടെ സെയിൽസാണ് ഫെസ്റ്റിവൽ സീസണിൽ മാത്രം നടന്നത്. അതിൽ 6,500 കോടി രൂപയുടെ ബിസിനസ് വെറും 7 ദിവസം കൊണ്ടാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ഉണ്ടാക്കിയത്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, 6,500 കോടി രൂപ വെറും 7 ദിവസം കൊണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അവരുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് മുതൽ ഡെലിവറി ചെയ്യുന്നിടം വരെയുള്ള വിഭാഗങ്ങൾ എത്ര ആക്റ്റീവായിട്ട് പരിശ്രമിച്ചിട്ടായിരിക്കും 7 ദിവസം കൊണ്ട് 6,500 കോടി രൂപയുടെ ബിസിനസ്. ഇന്ത്യയുടെ കോറായിട്ടുള്ള 6 ബിസിനസ് സീസണുകളിൽ ആദ്യത്തേതാണ് ജനുവരി മുതൽ മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന സ്ട്രാറ്റജിക് സീസൺ. ഈ സീസണുകളിൽ പൊതുവെ കസ്റ്റമേഴ്സ് എപ്പോഴും ലോങ് ടേം തിങ്ക് ചെയ്യുന്നു, ആരോഗ്യം ശ്രദ്ധിക്കുന്നു, കമ്പനിയുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്ലാനിങ് ചെയ്യുന്നു. ഇതുകൂടാതെ ബഡ്ജറ്റിൻ്റെ സമയമാണ്, എക്സാമുകളുടെ സമയമാണ്, ടാക്സ് ഫയൽ ചെയ്യുന്ന സമയമാണ്. ഈ സമയത്ത് കസ്റ്റമേഴ്സ് ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്തിന് പകരം അവർ വളരെ ലോങ് ടേം ആയിട്ടുള്ള ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും ഈ സമയത്ത് സെല്ല് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളിലൊന്നാണ് ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, പ്ലാനേഴ്സ്. ഇങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകളുണ്ട് ഈ ന്യൂ ഇയർ സീസണിൽ, അല്ലെങ്കിൽ ന്യൂ ഇയർ മുതൽ ജനുവരി മുതൽ ഈ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുണ്ട്. ആ പ്രൊഡക്റ്റുകൾ മാത്രമേ ആ സമയത്ത് സെയിൽസ് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തേതാണ് ജനുവരി മുതൽ മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന സ്ട്രാറ്റജിക് സീസൺ. മനസ്സിലാക്കുക, കസ്റ്റമേഴ്സ് എപ്പോഴും ലോങ് ടേം ആയിരിക്കും ഈ സീസണിൽ തിങ്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ സീസണാണ് ഏപ്രിൽ മെയ് ടൈമിംഗ് ആയിട്ടുള്ള ഇമോഷണൽ മൈക്രോ പീക്ക്. എന്തുകൊണ്ടാണ് ഇമോഷണൽ മൈക്രോ പീക്ക് എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് ഈ സമയത്ത് വെക്കേഷനാണ്, കുട്ടികൾ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമാണിത്. ഈ സമയത്താണ് കൂടുതലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങുക, ടോയ്സ് വാങ്ങുക, ഫാമിലി ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുക, കുടുംബ സംഗമങ്ങൾ ഉണ്ടാവുക. ഇവയൊക്കെ ഈ സമ്മർ സീസണിലാണ് ഉണ്ടാകുന്നത്, വെക്കേഷനാണ്. സമ്മർ സീസണിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ AC വിറ്റഴിയുന്നത് ഈ പറയുന്ന ഏപ്രിൽ മെയ് സമയത്താണ്.
കാരണം അമിതമായ ചൂട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏപ്രിൽ മെയ് മാസത്തിൽ ഏതൊക്കെ കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്താൽ മനസ്സിലാക്കും ഏതൊക്കെ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് നമ്മുടെ ചുറ്റിനും ഉണ്ടാകുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, ഇമോഷണൽ മൈക്രോ പീക്ക്. മൂന്നാമത്തെ സീസണാണ് ഇന്ത്യയിൽ എല്ലാവരും എപ്പോഴും പറയുന്ന ഓഫ് സീസൺ, അതായത് ജൂൺ മുതൽ ജൂലൈ വരെയുള്ള ടൈം. ഈ സമയം വളരെ കുറച്ച് ജനങ്ങൾ സ്പെൻഡ് ചെയ്യാറുള്ളൂ. നമ്മൾ കരുതും ജനങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്, കാരണം ബാക്ക് ടു സ്കൂൾ റീ ഓപ്പണിംഗ് ടൈമാണ്. അവശ്യ വസ്തുക്കൾക്ക് മാത്രമേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം സ്കൂളിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ കുടുംബങ്ങൾക്കും ഈ സമയത്തുണ്ടാവും. അതുകൂടാതെ നല്ല മഴയുള്ള സമയമാണ്. ഫ്ലിപ്കാർട്ടും ആമസോണും ഏറ്റവും കൂടുതൽ പരസ്യം റൺ ചെയ്യുന്നത് ബാക്ക് ടു സ്കൂൾ എന്നും പറഞ്ഞായിരിക്കും. അതിൻ്റെ റീസൺ ആ പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ് ഈ സമയത്ത് ഇമ്പോർട്ടൻസ് ഉള്ളത്. കേരളത്തിലുള്ളവരെല്ലാം ഓഫ് സീസൺ എന്ന് പറയുന്നത് ഈ ജൂൺ മുതൽ ജൂലൈ വരെയുള്ള സമയത്തെയാണ്. ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യുമ്പോൾ റിട്ടൻഷൻ എന്ന വാക്ക് നമുക്കെല്ലാവർക്കും അറിയാം. ഈ റിട്ടൻഷൻ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടൈം ഈ ജൂൺ ജൂലൈ ആണ്. ഈ സമയത്ത് പുതിയ കസ്റ്റമറിലേക്ക് നിങ്ങൾ പോകാതെ എക്സിസ്റ്റിംഗ് കസ്റ്റമറെ പഠിച്ച് മനസ്സിലാക്കി അവരിലേക്ക് കൂടുതൽ എത്താൻ ശ്രമിക്കുക. കാരണം കസ്റ്റമർ റിട്ടൻഷനാണ് ഈ ജൂൺ ജൂലൈയിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് നടക്കുക. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എക്സിസ്റ്റിംഗ് കസ്റ്റമറിലേക്ക് കൂടുതൽ എത്താനുള്ള ഒരു സമയം കൂടിയാണ് ഈ ജൂൺ ജൂലൈ മാസം. നാലാമത്തെ സീസണാണ് വാമപ്പ് സീസൺ, അതായത് ജൂലൈ അവസാനം മുതൽ സെപ്റ്റംബർ വരെയുള്ള പീരീഡാണ്. ഈ സമയത്താണ് കസ്റ്റമേഴ്സ് എല്ലാം തന്നെ പർച്ചേസിങ്ങിനുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തുന്ന ഒരു സമയം. ഓണം, രക്ഷാബന്ധൻ, ഗണേശ ചതുർത്ഥി ഇതെല്ലാം തന്നെ ഒരു സീസൺ ഓൺ ആവുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു പീരീഡ് കൂടിയാണ്. കസ്റ്റമേഴ്സ് ഈ സമയത്ത് ഒരു പർച്ചേസിങ്ങിൻ്റെ ട്രയൽ മോഡിലാണ്. അവർ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ സെർച്ച് ചെയ്യുകയും കമ്പനികൾ ഈ സമയത്താണ് പുതിയ കാറ്റഗറികൾ പരീക്ഷണം നടത്തുന്നത്, പുതിയ പ്രൊഡക്റ്റുകൾ പരീക്ഷണം നടത്തുന്നത്. കസ്റ്റമർ ആണെങ്കിലോ ചെറിയ ചെറിയ പർച്ചേസുകളൊക്കെ നടത്തി ഓഫറുകൾ പരമാവധി നേടിയെടുക്കുന്ന ഒരു സമയം ഈ സമയമാണ്. അതുകൊണ്ട് വാമപ്പ് സീസണിലാണ് ഏറ്റവും നല്ല ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നടത്താൻ പറ്റുന്നത്. കാരണം സീസണിന് മുന്നോടിയായിട്ടുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഡിസ്കവറി ആഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവയർനെസ് മാക്സിമം ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ് ഈ വാമപ്പ് സീസൺ. അതുകൊണ്ട് നിങ്ങൾ ഇ കൊമേഴ്സ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ വാമപ്പ് സീസൺ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏത് ഇൻഫ്ലുവൻസറെ കൊണ്ടും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് പരസ്യം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഈ ഒരു ടൈമാണ്, സീസൺ അല്ല. സീസണിൽ നിങ്ങൾക്ക് മാക്സിമം സെയിൽസ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഓഫ് സീസൺ അല്ല നമ്മൾ സംസാരിക്കുന്നത്, വാമപ്പ് സീസൺ ആണെന്ന് മനസ്സിലാക്കുക. വാമപ്പ് സീസണിൽ ഡിസ്കവറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളെ എല്ലാവരും ഓർത്തിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഈ ഒരു സമയത്താണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം ഒരു ഹൈക്ക് സീസണിൽ കിട്ടത്തുള്ളൂ. അടുത്ത സീസണാണ് നിങ്ങളെ എക്സൈറ്റഡ് ആക്കുന്ന മെയിൻ ഫെസ്റ്റിവൽ സീസൺ. ഇന്ത്യയുടെ മാർക്കറ്റിനെ പിടിച്ചു കുലുക്കുന്ന ഏറ്റവും വലിയ സെയിൽസ് സീസണാണ് സെപ്റ്റംബർ അവസാനം മുതൽ നവംബർ വരെയുള്ള ദ ഫെസ്റ്റിവൽ പീക്ക്. ഫെസ്റ്റിവൽ പീക്ക് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ സമയമാണ് രാജ്യം ആഘോഷിക്കുന്നത്. ഫെസ്റ്റിവൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇന്ത്യൻ ഇ കൊമേഴ്സിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ സീസണാണ്. കംപ്ലീറ്റ്ലി കസ്റ്റമേഴ്സ് പർച്ചേസ് മൂഡിലായിരിക്കും. കേരളം ഒഴികെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ബോണസ് ദീപാവലിക്കാണ് വരിക. ഏറ്റവും കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. സ്ട്രാറ്റജിക്കലി, ഇമോഷണലി, കൾച്ചറലി, ഫിനാൻഷ്യലി ഇന്ത്യ മൊത്തത്തിൽ ഉണരുന്നത് ഈ ഒരു ഫെസ്റ്റിവൽ പീക്കിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റിംഗ് നടക്കുന്നത് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിലാണ്. ഇലക്ട്രോണിക്സ്, ജുവലറി, ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാ പ്രൊഡക്ട്സിനും ഒരേപോലെ മാർക്കറ്റുള്ള ഒരു സമയമാണ് ഈ ഒരു സീസൺ. ദീപാവലി, ദസറ തുടങ്ങി ഇന്ത്യയിലെ എല്ലാ ഫെസ്റ്റിവൽസും ഈ ഒരു സമയത്താണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ഈ ഒരു സമയത്തെ ഇന്ത്യയുടെ ഫെസ്റ്റിവലായി അവരും കൂടെ കണക്കാക്കി അവർ അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി രണ്ട് കാര്യങ്ങൾ ചെയ്തത്. ഒന്ന് ബിഗ് ബില്യൺ ഡേയും രണ്ടാമത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ. ഈ രണ്ട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തത് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിലാണ്. കംപ്ലീറ്റ് ആയിട്ട് സെയിൽസ് മാത്രമേ ഈ ഒരു സമയത്തുണ്ടാവുകയുള്ളൂ. നല്ല രീതിയിൽ ഇ കൊമേഴ്സ് നടത്തുന്ന എല്ലാ കമ്പനികളും ഈ ഒരു ഫെസ്റ്റിവൽ സീസണിന് 6 മാസം മുന്നോടിയായി കൃത്യമായി പ്രിപ്പയർ ചെയ്തിരിക്കും.
കാരണം ഈ ഒരു 60 ഡേയ്സിൻ്റെ ഗ്യാപ്പിൽ ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഇൻവെൻട്രി കറക്റ്റ് ആവണം, പാക്കേജിങ് കറക്റ്റ് ആവണം, ഡെലിവറി കറക്റ്റ് ആകണം. കാരണം നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതിന് കൃത്യമായ പ്രിപ്പറേഷൻ വേണം. വോളിയം ബിസിനസ്സാണ്, വോളിയം സെയിൽസ് ആണ്. ഇൻവെൻട്രിക്ക് ഒരു ഷോർട്ടേജും ഈ സമയത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് നല്ല ഒരു ഇ-കൊമേഴ്സ് കമ്പനിയായി വളരാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ ദീപാവലി മുതൽ ദസറ വരെയുള്ള ഫെസ്റ്റിവൽ സീസൺ, ആ ഫെസ്റ്റിവൽ സീസൺ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കൂടി ഒരു ഫെസ്റ്റിവലാണെന്ന് മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഫെസ്റ്റിവൽ സീസണിൽ പരസ്യം ചെയ്യുമ്പോൾ പൊതുവെ ഇ-കൊമേഴ്സ് കമ്പനികളിൽ കണ്ടുവരുന്നതാണ്, നമ്മൾ നോർമലി ഇംഗ്ലീഷിലായിരിക്കും ഓൾ ഇന്ത്യ ആഡ്സ് റൺ ചെയ്യുക. പക്ഷേ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുന്നവർ കൃത്യമായി ശ്രദ്ധിക്കുക, റീജിയണൽ ലാംഗ്വേജിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത് ഈ ഒരു ഫെസ്റ്റിവൽ ടൈമിലാണ്. വളരെ നേരത്തെ എന്തുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ സീസൺ പ്ലാൻ ചെയ്യണമെന്ന് പറയുന്നത്? കാരണം റീജിയണൽ ലാംഗ്വേജിൽ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുക. ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ഒരു കൾച്ചർ വൈവിധ്യമാർന്നതാണ്. ഓരോ സ്റ്റേറ്റുകൾക്കും ആ സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ദീപാവലി എല്ലാവരുടെയും ഫെസ്റ്റിവൽ ആണെന്ന് പറയുമ്പോഴും റീജിയണൽ ലാംഗ്വേജിൽ പുഷ് ചെയ്താൽ മാത്രമേ ആ ബിസിനസ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഫെസ്റ്റിവൽ സീസണിൽ ഇതുകൂടി ശ്രദ്ധിക്കുക. മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ റീജിയണൽ ലാംഗ്വേജ് കോൺസെൻട്രേറ്റ് ചെയ്യുക. നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. ഒരു വർഷത്തെ അവസാനത്തെ സീസൺ, അതായത് ഡിസംബർ മാസം, ഇതിനെ ഇയർ എൻഡ് റിഫ്ലക്ഷൻ എന്നാണ് പറയുക. അതായത് ഓരോ കസ്റ്റമറും ഓരോ വ്യക്തികളും സെൽഫായിട്ട് അവരുടെ വരാനിരിക്കുന്ന വർഷത്തെപ്പറ്റിയും വരാനിരിക്കുന്ന വർഷത്തെ പ്ലാനിങ്ങിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഡിസംബർ മാസം. അതുകൂടാതെ ക്രിസ്മസ് പോലുള്ള ലോകം മൊത്തം ആഘോഷിക്കുന്ന ഫെസ്റ്റിവലും ഈ മാസമാണുള്ളത്. പൊതുവെ ലക്ഷറി, പ്രീമിയം, അൾട്രാ ലക്ഷറി പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ല സെയിലുള്ള ഒരു മാസം കൂടിയാണ് ഈ ഡിസംബർ മാസം. എന്നാലും കൂടുതലും സെൽഫ് ലവ് എന്ന് പറയുന്ന, നമ്മളിൽ അറിയാതെ പോലും നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് ഈ ഡിസംബർ മാസം. കാരണം നമ്മൾ വ്യക്തിപരമായി നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്ലാനിങ് ചെയ്യുന്നു, ലോങ് ടേം പ്ലാൻ. നമ്മൾ ആദ്യം ജനുവരിയിൽ പറഞ്ഞിരുന്നു, അവരുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ലോങ് ടേം തിങ്ക് ചെയ്യുന്ന ടൈമാണ്. അത് ഡിസംബറിലാണ് നമുക്ക് ഉണ്ടാകുന്നത്. അടുത്ത വർഷം ന്യൂ ഇയറിന് നമ്മളെ സഹായിച്ചവരെ, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത, നമ്മളെ സപ്പോർട്ട് ചെയ്ത, നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ സഹായിച്ചവർക്കൊക്കെ ന്യൂ ഇയർ വിഷസ് നമ്മൾ അയക്കും, അവർക്ക് ഗിഫ്റ്റുകൾ കൊണ്ട് കൊടുക്കും ഈ ഒരു ഡിസംബർ മാസം. ഇതോടുകൂടി 6 ഇ-കൊമേഴ്സ് സീസണുകളും കംപ്ലീറ്റ് ആയി. എന്തുകൊണ്ടാണ് ഓഫ് സീസൺ നമ്മുടെ ഒരു ബിസിനസ് സംസ്കാരത്തിന് അത്യാവശ്യമാണ് എന്ന് പറയുന്നത്? ഒരിക്കലും ബിസിനസ് സ്കെയിൽ ചെയ്യാനുള്ള സമയമല്ല, ബിസിനസ് സ്കെയിൽ ചെയ്യുന്നതിനെ പറ്റി തിങ്ക് ചെയ്യുന്ന സമയമാണ്. പ്രധാനപ്പെട്ട 3 ഓഫ് സീസണുകൾ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് ജൂൺ, ജൂലൈ, അത് കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച്, ദീപാവലി കഴിഞ്ഞ് ഡിസംബറിനിടയ്ക്കുള്ള ഒരു ടൈം. കാരണം ആ ദീപാവലി കഴിഞ്ഞുള്ളൊരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫുൾ പൈസയും ഫെസ്റ്റിവലിന് ഇൻവെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പർച്ചേസിങ് പേയ്മെൻറ്റ്സ് എല്ലാം തന്നെ ഫ്രീസ് ആയിരിക്കുന്ന ഒരു ടൈമാണ് ഈ പോസ്റ്റ് ദീപാവലി ടൈം. അപ്പോൾ ഈ ജൂൺ, ജൂലൈ ഓഫ് സീസൺ, മെയിൻ ഓഫ് സീസൺ ആയിട്ട് വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ മൺസൂൺ കാലഘട്ടമാണത്. അതുപോലെ തന്നെ സ്കൂൾ ഓപ്പണിംഗ് ടൈമാണ്. സ്കൂൾ ഓപ്പണിംഗ് ടൈം ആകുമ്പോൾ എല്ലാ ഫാമിലിയും ആ സമയത്ത് ആ കുട്ടികളുടെ കാര്യങ്ങളിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ജൂൺ, ജൂലൈ ടൈം മുതൽ ദീപാവലി വരെയുള്ള സമയം പൈസ സേവ് ചെയ്യാൻ തുടങ്ങുന്ന സമയം കൂടിയാണ്. കാരണം ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഫണ്ട് വേണം, ഇൻവെസ്റ്റ് ചെയ്യാനും ചിലവാക്കാനും പൈസ വേണം. അതുകൊണ്ട് പൈസ സേവ് ചെയ്യാൻ തുടങ്ങുന്നതും ഈ ജൂൺ, ജൂലൈ സമയത്താണ്. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ചാണ്. ഫെബ്രുവരി, മാർച്ചിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പൊതുവെ ടാക്സ് ഫയലിങ്, അതുപോലെ എക്സാം ടൈമാണ്. ഫെബ്രുവരി, മാർച്ച് പൊതുവെ ഫിനാൻഷ്യലി ബാങ്കുകൾ ലോൺ പോലും കൊടുക്കാത്ത ഒരു ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഈ മാർച്ച് മാസം ആകുമ്പോൾ ഇവർ ലോണുകളെല്ലാം ടൈറ്റ് ചെയ്ത് എല്ലാം ഫ്രീസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഓഡിറ്റിങ്ങിൻ്റെയും കൂടെ മാസമാണ്. പിന്നീടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് ദീപാവലി പീരീഡ്. അത് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഡിസംബറിൻ്റെയും ഈ ദീപാവലി കഴിഞ്ഞുള്ള ഒരു ടൈമാണ്. ഈ സമയങ്ങളിലൊക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും ബിസിനസ് ചെയ്യുക? ഇ-കൊമേഴ്സിൽ എങ്ങനെയാണ് ആ സമയത്തേക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യുക? കസ്റ്റമർ റിട്ടൻഷന് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുകൂടാതെ ഈ ഓഫ് സീസൺ സമയത്താണ് നമുക്കിപ്പോൾ നമ്മളുടെ ഇ-കൊമേഴ്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ക്രിയേറ്റീവ്സ് മാറ്റുക, പുതിയ കാറ്റഗറീസ് ട്രൈ ചെയ്യുക, പുതിയ അഡ്വർടൈസ്മെൻറ്റുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
എന്ത് നിങ്ങൾക്ക് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നു, ഫെസ്റ്റിവലിലല്ല പ്ലാൻ ചെയ്യുന്നത്, അതെപ്പോഴും ഓഫ് സീസണുകളിലാണ് പ്ലാൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഐഡിയാസ് അടുത്ത വർഷത്തേക്കുള്ള അല്ലെങ്കിൽ സീസണിലേക്കുള്ള ക്രിയേറ്റീവ്സ് എങ്ങനെ വേണം, അതിൻ്റെ ബാക്കപ്പ്, ഇൻവെൻട്രി ബാക്കപ്പ്, പുതിയ പ്രൊഡക്റ്റുകൾ എന്തൊക്കെ ലോഞ്ച് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾക്ക് ഓഫ് സീസണുകളിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. അല്ലാതെ സീസൺ അടുക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന MSME ലെവലിലുള്ള പ്രധാനപ്പെട്ട ബിസിനസ് ചെയ്യുന്ന എല്ലാവരിലും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സീസണിന് തൊട്ട് മുമ്പാകുമ്പോഴത്തേക്കും ടെൻഷൻ അടിച്ച് പുതിയ പ്രൊഡക്റ്റ് എവിടെ നിന്ന് കൊണ്ടുവരും, പുതിയ പ്രൊഡക്റ്റ് എവിടെ നിന്നൊക്കെ കണ്ടെത്തണം, യാത്ര ചെയ്യണം, അതുപോലെ തന്നെ പുതിയ പരസ്യത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന സമയമൊക്കെ ഈ ഫെസ്റ്റിവലിന് തൊട്ട് മുമ്പത്തെ സമയമാണ്. പക്ഷേ വലിയ കമ്പനി, എസ്റ്റാബ്ലിഷ് ചെയ്ത പല കമ്പനികളും അവരത്രയും വലുതായതിൻ്റെ റീസൺ ഈ പ്ലാനിങ് ആണ്. ഒരിക്കലും ഓഫ് സീസൺ ടൈമിൽ നിങ്ങൾ മാർക്കറ്റിങ്ങിലേക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. കസ്റ്റമർ റിറ്റൻഷനിൽ കൃത്യമായി ഫോളോ ചെയ്യുക, കസ്റ്റമർ റിറ്റൻഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പുതിയ കസ്റ്റമറെ കൊണ്ടുവരാൻ ജൂൺ ജൂലൈ മാസത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ശ്രമിക്കരുത്. അത് ചില പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ്, നിങ്ങളിപ്പോൾ എല്ലാ കാറ്റഗറിയിലെ പ്രൊഡക്ട്സ് വിൽക്കുന്ന ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ചൂസ് ചെയ്യാം. ഈ ഇതുപോലുള്ള സീസൺ ടൈമിലും ഓഫ് സീസൺ ടൈമിലും ഏത് പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം എല്ലാ സീസണുകളിലും വിറ്റുപോകുന്ന പല പ്രൊഡക്റ്റുകളുണ്ടാവും. ആ സീസണിൽ ഏതാണോ വിറ്റുപോകുന്ന പ്രൊഡക്റ്റ് അതിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അല്ലാതെ എല്ലാ കാര്യങ്ങളും എല്ലാ മാസവും നിങ്ങൾ സെയിൽസ് പുഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ ഫണ്ട് ഷോർട്ടേജ് ആവും. കാരണം മാർക്കറ്റിങ്ങിന് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ബ്ലീഡിങ് നിങ്ങൾ പോലും തിരിച്ചറിയത്തില്ല. നിങ്ങൾക്ക് എത്രമാത്രം പൈസ ചിലവായി പോകുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ പുറത്തുനിന്ന് നിങ്ങൾ പോലും തിരിച്ചറിയാതെ പൈസ പൊക്കോണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഓഫ് സീസൺ ഹാൻഡിൽ ചെയ്യാൻ. ഓഫ് സീസൺ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ സീസണിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവത്തില്ല, ഫണ്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ക്യാമ്പയിനുകൾ റൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരില്ല. എല്ലാ ബിസിനസ്സിനും നമുക്ക് ഓഫ് സീസൺ വേണം. ഓഫ് സീസൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇ-കൊമേഴ്സ് ബിസിനസ് ഒരിക്കലും ഒരു 12 മാസത്തെ സെയിൽസ് ഗെയിം അല്ല. 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് 1 ഓഫ് സീസൺ, 2 വാം-അപ്പ് സീസൺ, 3 ഫെസ്റ്റിവൽ സീസൺ. ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന എല്ലാ സംരംഭകരോടും പറയാനുള്ളത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 12 മാസത്തെ ഒരു സെയിൽസ് ഗെയിം അല്ല. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സീസൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെയിൽസ് ഗെയിമാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് പണം വരത്തുള്ളൂ. പണം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ.